Hi viewers, welcome to WinTrader Trading System. ഇന്ന് ഞാൻ ഓപ്ഷൻസിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ്, ഓപ്ഷൻസിൽ എങ്ങനെ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം, ബാങ്ക് നിഫ്റ്റിയുടെയും രണ്ടിൻ്റെയും ഞാൻ പുട്ട് ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ സെലക്ട് ചെയ്തു എന്നും അതിലെങ്ങനെ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാമെന്നും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുകയാണ്. ഞാനിവിടെ 38,500 ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. 38,500 പുട്ട് ഓപ്ഷൻ വീക്കിലിയുടെ. അത് ബാങ്ക് നിഫ്റ്റി ഇന്ന് മാർക്കറ്റ് ഒരു മണിക്ക് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ബാങ്ക് നിഫ്റ്റി താഴോട്ട് ഇറങ്ങിയായിരുന്നു. കാരണം രാവിലെ തൊട്ട് ബൈ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി നടക്കുന്നത്. രാവിലെ തൊട്ട് ഇത് ഒരു മണി വരെ ബൈ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയത്. അത് നല്ലപോലെ താഴേക്ക് ഇറങ്ങിയായിരുന്നു. ഒരു 300-400 പോയിന്റോളം പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ 38,000 ആണ് നമ്മുടെ എൻട്രി പോയിന്റ് വന്നത്. അപ്പോൾ കൺഫേം 38,000 നമുക്ക് പുട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ പുട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തത്, അതാണ് അതിൻ്റെ അറ്റ് ദ മണി. അപ്പോൾ അറ്റ് ദ മണിയിലും ഇൻ ദ മണി ഞാൻ 38,500 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ ദ മണിയിലും രണ്ടിൻ്റെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി അറ്റ് ദ മണിയേക്കാളും കൂടുതൽ നമുക്ക് ഇൻ ദ മണിയിലാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. അതായത് കോൾ കൺഫേം ആയത് എവിടെ നിന്നാണ് അവിടെ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. കോൾ കൺഫേം, അതായത് ബാങ്ക് നിഫ്റ്റി താഴോട്ട് ഇറങ്ങും. കോൾ കൺഫേം ആകാത്ത കോളിന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതായത് രാവിലെ ഒരു സെല്ല് വന്നായിരുന്നു ബാങ്ക് നിഫ്റ്റി, പക്ഷേ അത് കൺഫേം ആയിട്ടില്ലായിരുന്നു. അവിടെ ബൈ സോൺ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാങ്ക് നിഫ്റ്റി താഴോട്ട് ഇറങ്ങിയത്. അപ്പോൾ കോൾ എവിടെ നിന്നാണ് കൺഫേം ആയത് അവിടെ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം 38,500 ആണ് ഇന്ന മണി വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ നമുക്കിന്ന് പെർഫോമൻസ് ആണ് നോക്കുന്നത്. അതിൻ്റെ ഈ കോർണറിൽ കാണുന്ന റേറ്റാണ് നമ്മുടെ ലൈവ് മാർക്കറ്റ് റേറ്റ്. ഇതിൽ ഏത് ചാർട്ട് ആഡ് ചെയ്താലും ഇവിടെ തന്നെയാണ് ലൈവ് മാർക്കറ്റ് റേറ്റ് വരുന്നത്. ഈ വൈറ്റ് കളർ ഡോട്ട് ലൈനാണ് ഡേ ബ്രേക്കർ ലൈൻ. ഇതിൻ്റെ എൻട്രി, ഇതിന് വന്നിരിക്കുന്ന ഗ്രീൻ കളർ അപ്പ് ആറോ ബൈ സിഗ്നലും റെഡ് കളർ ഡൗൺ ആറോ സെൽ സിഗ്നൽ, രണ്ട് ഓട്ടോമാറ്റിക് സിഗ്നൽസ് ആണ്. ഇത് വരുന്ന സമയത്ത് ഇതേപോലത്തെ അലേർട്ട് വരും. അലേർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏത് റേറ്റിലാണ് ബൈ ചെയ്യേണ്ടത് സെല് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതേപോലത്തെ അലേർട്ട് വരും. അപ്പോൾ അലേർട്ട് ജസ്റ്റ് നമുക്ക് നോക്കാം ഏത് ടൈം ഫ്രെയിമിൽ. അതായത് മുകളിൽ ഞാൻ നേരത്തെ എൻ്റെ ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻട്രാഡേക്ക് നമ്മൾ 5 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇക്വിറ്റിയിൽ. ബാക്കി എല്ലാ ടൈം ഫ്രെയിം, അതായത് നമ്മുടെ വിൻട്രേഡ് എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഷോർട്ട് ടേം ആണെങ്കിലും ഈവൻ ലോങ് ടേം ആണെങ്കിലും സ്കാൽപ്പിംഗ് ട്രേഡേഴ്സിനാണെങ്കിൽ ഏത് മാർക്കറ്റിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ കൺഫേം ആയത് എവിടെ നിന്നാണ് അവിടെ നിന്ന് നമ്മൾ ഇൻ ദ മണി എടുക്കുക അങ്ങനെ. അപ്പോൾ ഈ സിഗ്നൽ ഇവിടുന്ന് രാവിലെ ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് കയറിയത് കാരണം നമുക്ക് പുട്ട് ഓപ്ഷനിൽ നേരെ താഴേക്ക് ഇറങ്ങും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്ക് നിഫ്റ്റി സെൽ കോളാണ് വന്നിരിക്കുന്നത്, നമുക്ക് പുട്ട് ഓപ്ഷനും ബൈ കോൾ ആണെങ്കിൽ കോൾ ഓപ്ഷനുമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ഇവിടെ നിന്നാണ് കൺഫേം ആയതിന് ശേഷമാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റി താഴേക്ക് ഇറങ്ങി 3 ടാർഗറ്റ് എക്സിക്യൂട്ടായി 400 പോയിന്റ് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റ് പിന്നെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ റീ എൻട്രി വന്നിരിക്കുന്നത്. റീ എൻട്രി ഒരു 3 മണിക്ക്, അതിന് മുമ്പ് ഒരു റീ എൻട്രി വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ റീ എൻട്രി വന്നിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി പിന്നെ താഴെ ഇറങ്ങുന്നത് കൊണ്ട്. അപ്പം നമുക്ക് 38,500 എൻട്രി പോയിന്റ്, അതായത് 38,500 സിഗ്നൽസ് വരുമ്പോൾ അതിൻ്റെ എൻട്രി പോയിന്റ് മുകളിലുണ്ടാവും. അതിൻ്റെ ഡേറ്റും ടൈമിങ്ങും എത്ര പ്രോഫിറ്റ് ആയെന്നും ഉണ്ടാവും. പിന്നെ അത് എത്ര ടാർഗറ്റ് ഹിറ്റ് ആയെന്ന് മുകളിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് 612, 657, 701. പിന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് 796, 796. അത് ആ സ്റ്റോപ്പ് ലോസും മുകളിലും താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിഗ്നൽ ഇപ്പം ഓപ്ഷൻസ് നമ്മൾ കൺഫർമേഷൻ ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യം കൺഫർമേഷൻ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം ഏത് സിഗ്നൽ വന്നാലും ഫസ്റ്റ് ആദ്യം കൺഫർമേഷൻ നോക്കിയിട്ടേ എടുക്കാവുള്ളൂ. അതായത് കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നൽ വരുന്ന സമയത്ത് അതിൻ്റെ താഴത്തെ ക്യാൻഡിൽ കളർ നോക്കണം, അത് സിഗ്നലിൻ്റെ കളർ ആയിരിക്കണം. താഴത്തെ ബാർ കളർ നോക്കണം. പ്രൈസ് ആൻഡ് സെൽ സോൺ, അതായത് സെല്ലാണെങ്കിൽ സെൽ സോൺ, അതായത് എല്ലാം റെഡ് കളറിൽ വരണം. ബൈ ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. ബൈ ആണെങ്കിലും മുകളിലത്തെ ക്യാൻഡിൽ കളറ്, താഴത്തെ ബാർ കളർ, ഇവിടെ പ്രൈസ് ആൻഡ് ബൈ സോൺ. അപ്പോൾ ഇത് മൂന്നും ഒന്നിച്ചാണെങ്കിൽ മാത്രമേ നമുക്ക് അതെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണെങ്കിൽ മാത്രം അപ്പോഴേ അത് കൺഫേം ഉള്ളൂ. ഈ സെൽ സിഗ്നൽ പ്രകാരം ഇത് കൺഫേം അല്ല. കാരണം ഇവിടെ ക്യാൻഡിൽ കളർ കണ്ടോ,
ഇവിടെ ബാർ കളർ നോക്കിയാൽ തന്നെ അറിയാം ഇവിടം വരെ ബൈ സോണാണ്, അത് കഴിഞ്ഞിട്ടാണ് സെല്ല് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാൻ എളുപ്പമാണ്. ഓപ്ഷൻസിൽ പ്രത്യേകിച്ച് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കൺഫർമേഷൻ നോക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എപ്പോഴും അർദ്ധമണിയിൽ ഇൻഡമണിയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ കൺഫർമേഷൻ നോക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുന്നുണ്ടല്ലോ, ബാങ്ക് നിഫ്റ്റിയിൽ ഇൻ കേസ് റിവേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ഓപ്ഷൻസിൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ അത് പ്രകാരം നമ്മൾ മുകളിലത്തെ എൻട്രി പ്രൈസും 3 ടാർഗറ്റ് നമ്മളിവിടെ കണ്ടു. അപ്പം ഡയറക്റ്റായിട്ട് ബാങ്ക് നിഫ്റ്റി താഴോട്ടങ്ങ് നമുക്ക് 3rd ടാർഗറ്റ് തന്നെ എൻട്രി ചെയ്യാം, അതിനൊരു പ്രശ്നമില്ല, ബാങ്ക് നല്ലപോലെ കയറും. അപ്പോൾ അത് പ്രകാരം നമുക്ക് 432 പോയിന്റ് പ്രോഫിറ്റിലായിരുന്നു ഇൻഡമണിയിൽ. ഇതേപോലെ തന്നെ ഞാൻ അർദ്ധമണിയുടെ പറഞ്ഞുതരാം. അർദ്ധമണി 38,000 ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സിഗ്നൽ വന്നത് 1 മണി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് സെയിം ബാങ്ക് നിഫ്റ്റിയിൽ വന്ന സമയത്തായിരുന്നു. ആ സിഗ്നൽ വന്ന സമയത്ത് നമ്മൾ ഈ റെസിസ്റ്റൻസ്, അതായത് ഈ റെഡ് കളർ ഈ സ്റ്റാർ, ഈ റെഡ് കളർ സ്റ്റാർ കാണുന്ന റെസിസ്റ്റൻസ് ലെവലാണ്, ഈ ബ്ലൂ കളർ സ്റ്റാർ സപ്പോർട്ട് ലെവലാണ്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും, സപ്പോർട്ട് ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ താഴേക്ക് പോകും. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നല്ലപോലെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഇന്ന്. അപ്പോൾ അത് പ്രകാരം 213 213ക്കാണ് എൻട്രി ചെയ്യാൻ പറഞ്ഞത്. 235 252 269 അതാണ് 3 ടാർഗറ്റുകളും. അത് 3 ടാർഗറ്റും അച്ചീവ് ആയിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് 299, അതായത് 300 പോയിന്റോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതേസമയം നമ്മൾ ഇൻഡമണി നോക്കിയ 434 435 നേരെ 100 പോയിന്റ്സിൻ്റെ ഡിഫറൻസ് ആണ് രണ്ടിനും കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൊളറ്റൈലിറ്റി ഉള്ള മാർക്കറ്റ്, അതായത് മാർക്കറ്റിൽ ഈ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ചില സമയത്ത് ബാങ്ക് നിഫ്റ്റി ഭയങ്കര വൊളറ്റൈലായിരിക്കും, അതായത് കുറച്ചിറങ്ങി വലിയ മൊമെൻറ്റ് ഉണ്ടാകാത്ത സമയങ്ങളുണ്ടായിരിക്കും. അതൊക്കെ അർദ്ധമണി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് ഓപ്ഷൻസിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. ആ സമയത്ത് നമ്മളെപ്പോഴും ഇൻഡമണി സെലക്ട് ചെയ്യുക, അതേ സമയത്ത് നമുക്ക് ടാർഗറ്റ് നമുക്ക് അച്ചീവ് ആവുള്ളൂ. അത് പ്രത്യേകം ഇതിന് ഓപ്ഷൻസിൽ ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് ഞാൻ നിഫ്റ്റിയുടെ മൊമെൻറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. നിഫ്റ്റിക്കും ഇതേപോലെ തന്നെ 1240 സെൽ കോൾ വന്നിട്ടുണ്ട്. സെൽ കോൾ വന്നപ്പോൾ ആദ്യം വന്ന സെൽ കോൾ കൺഫേംഡ് അല്ലായിരുന്നു. ബൈ മാർക്കറ്റിലേക്ക് പിന്നെ ബൈ മൊമെൻറ്റ് വന്നെങ്കിലും ബൈ മൊമെൻറ്റ് നന്നായിട്ട് കയറിയില്ല. അത് കഴിഞ്ഞിട്ട് ബൈ മൊമെൻറ്റ് ചെറുതായിട്ട് റിവേഴ്സായി അവിടെ നിന്ന് ബൈ കോൾ വന്നപ്പം. അപ്പം നമ്മൾ ആ സമയത്ത് ഇൻ കേസ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസിൽ സെലക്ട് ചെയ്തിരുന്ന അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻസിൽ എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഇല്ല, നമുക്ക് സ്ട്രാറ്റജി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ലോസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്ത് നമുക്ക് ഓപ്ഷൻസിൽ ഇപ്പം മാക്സിമം നല്ല പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രകാരം 17,812 ആയിരുന്നു. അപ്പോൾ അത് പ്രകാരം ഞാൻ 17,900 ഞാൻ പുട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 18,000 18,100 ഇത് 3 സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കും എടുക്കാം. ഇത് 18,100 ഒക്കെ 500 വരെ എടുക്കാം, 18,500 വരെ നമുക്ക് എടുക്കാൻ പറ്റും നിഫ്റ്റിയിൽ. അപ്പോൾ കുറച്ചുകൂടെ ഇൻഡമണിയിൽ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് നല്ല പ്രോഫിറ്റാണ്. അപ്പോൾ ഇത് പ്രകാരം 18,100 പ്രകാരം 283 നമുക്ക് എൻട്രി ചെയ്യാൻ പറഞ്ഞു. 311 333 356 പിന്നെ 392 അത് 3 ടാർഗറ്റുകളാണ് എൻട്രി പോയിന്റും പിന്നെ അതിൻ്റെ സ്റ്റോപ്പ് ലോസും അത് മെൻഷൻ ചെയ്യുന്നത്. അത് പ്രകാരം നമുക്ക് 178 പോയിന്റ് പ്രോഫിറ്റാണ്. 3 ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട് നമ്മുടെ. അതേപോലെ തന്നെ 18,000 അങ്ങനെ തന്നെയാണ്. 18,000 187 187 എൻട്രി ചെയ്യാൻ പറഞ്ഞു. അതിന് 206 221 236 പിന്നെ 281 സ്റ്റോപ്പ് ലോസ്. അത് പ്രകാരം മാർക്കറ്റ് നല്ലപോലെ കയറിയിട്ടുണ്ട്. നമുക്ക് 177 പോയിന്റ് പ്രോഫിറ്റിലാണ് ഇപ്പോഴും. പിന്നെ ഞാൻ 17,900 ആണ് ഇതിൻ്റെ അർദ്ധമണിയിൽ നമുക്ക് ഇതേപോലെ തന്നെ സിഗ്നൽസ് വന്ന് 1240 അത് നല്ല കയറിയിട്ടുണ്ട് മാർക്കറ്റ്. കാരണം മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി നല്ലപോലെ ഇറങ്ങിയത് കാരണം നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അർദ്ധമണി സെലക്ട് ചെയ്താലും നമുക്ക് പ്രോഫിറ്റബിളാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി പ്രോഫിറ്റ് കൂടുതൽ ഇൻഡമണിക്കാണ്. 163 പോയിന്റ്സ് 163 270 106 269 വരെ നമുക്ക് കയറിയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പം നല്ലൊരു പ്രോഫിറ്റ് 163 പ്രോഫിറ്റ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഇതുവരെ. അങ്ങനെയാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ കുറച്ച് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞുതരാം. ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ സ്കാനർ, WinTrader 1.2 സ്കാനർ. ഈ സ്കാനറിലെന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് വാച്ചിൽ ആഡ് ചെയ്യുന്ന അറ്റ് എ ടൈം 75 ആഡ് ചെയ്യാൻ പറ്റും. അതിൽ
സിഗ്നൽസ് വന്നാലും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ സ്കാനറിൽ മെൻഷൻ ചെയ്യും. പിന്നെ കളർ ഇൻഡിഫിക്കേഷൻ കാണിച്ചു തരും നമുക്ക് ബൈ ഏതാണ് സെൽ ഏതാണ് എന്നുള്ളത് നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അതിൻ്റെ കോണയിൽ തന്നെ അതിൻ്റെ റേറ്റ് ഉണ്ടാവും. പിന്നെ ബൈ ഏതാ സെൽ ഏതാന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഈ കോർണറിൽ ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്ത് കിട്ടും. അപ്പം ചാർട്ട് ഓപ്പൺ ചെയ്യാണ്ട് സെപ്പറേറ്റ് നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സ്കാനർ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസ്. അപ്പം എൻ്റെ പേര് സീമ എന്നാണ്. അപ്പം എൻ്റെ ഇവിടെ നമ്പർ ഓൾറെഡി ഡിസ്പ്ലേ ആവുന്നുണ്ട് 8139039994. ഇതാണ് എൻ്റെ നമ്പർ. അപ്പം ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ പെർഫോമൻസ് കാണണമെങ്കിൽ അല്ല ഓപ്ഷൻസിൻ്റെ സ്ട്രാറ്റജി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താലും മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ WinTrader www.wintradersoft.com ഇവിടെ ഡിസ്പ്ലേ ആവുന്ന നമ്മുടെ വെബ്സൈറ്റ് ഐ ഡിയിൽ കയറുക. ആ വെബ്സൈറ്റ് ഐ ഡി ഡെമോ ഫോം ഫില്ലപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ്സ് വിളിച്ചിട്ട് സാറിൻ്റെ കൺവീനിയൻറ്റ് ടൈമിൽ സാറിന് ഡെമോ കാണിച്ചു തരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വ്യൂസ്.